Hello everyone, Assalamu alaikum. Welcome back to my channel. Hope you all are doing well. Alhamdulillah, I'm doing great. So today's video is all about a very small kitchen makeover video എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കുറേ കാലമായിട്ട് ഞാൻ വിചാരിക്കുന്ന ഡ്രീം ചെയ്യുന്ന ഒരു കാര്യമാണ് കിച്ചണിൽ കാര്യമായിട്ടുള്ള എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരണമെന്ന്. പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് ഒരുപാട് ടൈം നടത്തിയിട്ടുണ്ടെങ്കിലും കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും എനിക്ക് കൊണ്ടുവരാനോ ചെയ്യാനോ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഏതൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ താഴെ ഏറ്റവും കൂടുതൽ വരുന്ന കമൻസാണ് കിച്ചണിൻ്റെ അല്ലെങ്കിൽ ഹോം ടൂർ കാണിക്കുമെന്ന് പറയുന്നിട്ട്. സോ എനിക്ക് ഹോം ടൂർ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ കിച്ചൺ ടൂർ കാണിക്കാൻ വേണ്ടിയിട്ട് മെൻ്റലി ഞാൻ ഓക്കെ അല്ലാത്തത് കൊണ്ടാണ് അതിനെപ്പറ്റി ഞാൻ ഒന്നും വീഡിയോയിൽ പറയാത്തതോ ചെയ്യാത്തതോ. സോ ഈ ടൈം ഞാൻ എന്തായാലും ഒരു കുഞ്ഞ് മേക്ക് ഓവർ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഹോപ്പ് യു ലൈക്ക് ഇറ്റ് ആൻഡ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. ഐ ഡോണ്ട് നോ, എനിക്ക് ഒട്ടും ഓക്കെ ആയിരുന്നില്ല ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ. സോ ഒരു ഫ്ലോപ്പ് മേക്ക് ഓവർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഫൈനലി എനിക്കത് ഓക്കെ അല്ലാത്തതുകൊണ്ട് ഞാനത് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അഗെയിൻ ബാക്ക് ടു നോർമൽ എൻ്റെ കിച്ചണിലേക്ക് തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. സോ ലെറ്റ്സ് ഗെറ്റിംഗ് ടു ദ വീഡിയോ. പ്രോപ്പറായിട്ടുള്ള അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രോയിങ് പ്ലാൻ ഒക്കെ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ശേഷമായിരുന്നു ഞാൻ ഈ ഒരു മേക്ക് ഓവർ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. പക്ഷേ എന്തുകൊണ്ടോ സ്പേസ് റിലേറ്റഡ് ഇഷ്യൂസ് നന്നായിട്ട് വന്നു. എനിക്കത് നല്ല രീതിയിൽ ബുദ്ധിമുട്ടായിട്ട് തോന്നിയതുകൊണ്ട് മാത്രമായിരുന്നു ഞാൻ എഗെയിൻ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത്. സോ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെയുള്ള ഫർണിച്ചർ റിലേറ്റഡ് ചേഞ്ചസ് വരുത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലാൻ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ശേഷം മാത്രം ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഫർണിച്ചറൊക്കെ മൂവ് ചെയ്ത് ഇടണം എന്നുള്ളതുകൊണ്ട് വീക്കെൻഡിൽ ഈ ഒരു മേക്ക് ഓവർ നടത്താമെന്ന് ഞാൻ മുന്നേ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ്സ് എ സാറ്റർഡേ മോർണിംഗ്. വിചാരിച്ച പോലെ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. സോ ക്വിക്കായിട്ടുള്ള ഒരു ഗ്രോസറി ഓർഗനൈസേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ശേഷം എനിക്കൊന്ന് പുറത്ത് പോകേണ്ടിയൊക്കെ വന്നു. പിന്നെ അന്ന് ഒട്ടും മൂഡുണ്ടായിരുന്നില്ല, ബിക്കോസ് ഞാൻ റിയലി കൺഫ്യൂസ്ഡ് ആയിരുന്നു. സോ ഈ ഒരു കൺഫ്യൂഷൻ ലെവലിലൊക്കെ നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും പ്രോപ്പറായിട്ട് ഡിസിഷൻ ഒന്ന് ചോദിക്കുക, അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. ഞാൻ ഇതൊന്നും ചെയ്യാണ്ട് എൻ്റെ മാത്രം ഇഷ്ടത്തിന് വരുത്തിയ ഒരു മേക്ക് ഓവർ ആയതുകൊണ്ടായിരിക്കണം മേ ബി നല്ല രീതിയിൽ എനിക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു. ഹെവി ഫർണിച്ചേഴ്സൊക്കെ മൂവ് ചെയ്ത് അത്യാവശ്യം നല്ല ടൈം സ്പെൻഡ് ചെയ്തിട്ടായിരുന്നു ഞാൻ ഈ ഒരു മേക്ക് ഓവറിന് വേണ്ടിയിട്ട് ഒരു ഡേ കണ്ടെത്തിയത്. സോ എൻ്റെ ഒരു 2 days കംപ്ലീറ്റ്ലി വേസ്റ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡിസിഷനിലേക്ക് എത്താനും പ്രോപ്പറായിട്ട് അത് അറേഞ്ച് ചെയ്ത് ഒരു ഡ്രോയിങ് പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അപ് ടു 1 week ഒക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. എൻ്റെ പ്ലാനിൽ സ്പേസ് റിലേറ്റഡ് ഇഷ്യൂ 100% അപ്പിയർ ആയിരുന്നു. ബട്ട് സ്റ്റിൽ ഐ വാണ്ട് ടു ഡൂ ഇറ്റ്. എനിക്ക് അതിൻ്റെ ആ ഒരു ഡിഫറൻസ് ഒന്ന് കാണണമെന്ന് അതിയായിട്ട് ആഗ്രഹമുള്ളതുകൊണ്ട് ഐ എം ജസ്റ്റ് തിങ്കിങ് ദ ഹോൾ ഡേ ആൻഡ് പ്ലാൻ ഞാൻ സൺഡേയിലേക്ക് മാറ്റി വെച്ചു. ആൻഡ് ദ വെരി നെക്സ്റ്റ് ഡേ, ഇറ്റ്സ് 4th May 2025 സൺഡേ. മേക്ക് ഓവറും ട്രാൻസ്ഫോർമേഷനും ഒക്കെ നമുക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ടൈം നമുക്ക് ആ ഒരു ഏരിയയിൽ സ്പെൻഡ് ആവും. സോ ടോഡ്ലർ വീട്ടിലുള്ളതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് ഇല്ലാണ്ട് ഒരു കാര്യവും നടക്കില്ല. ചെയ്ത കാര്യം കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഹോം ചോർസൊക്കെ ഒരു പെർട്ടിക്കുലർ ടൈമിനകത്ത് ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ടൈം വേണമെങ്കിലും നമ്മൾ ഡിസൈഡ് ചെയ്ത കാര്യത്തിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു തോട്ട് എൻ്റെ തലയിലുള്ളതുകൊണ്ട് ഐ എം ജസ്റ്റ് പ്ലാനിങ് ദ ഹോൾ ഡേ. സോ 8 o'clock ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും പ്രിപ്പയർ ചെയ്ത് മോന് വേണ്ട കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ശേഷം ഐ എം ജസ്റ്റ് ഡയറക്ട്ലി ഹെഡിങ് ടു ദ കിച്ചൺ. ആൻഡ് ഫസ്റ്റ് ഞാൻ ചെയ്തത് കിച്ചൺ കംപ്ലീറ്റ് ആക്കി ഒന്ന് ഡസ്റ്റ് ഫ്രീ ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു. സോ യെസ്റ്റർഡേ നൈറ്റ് എനിക്ക് അത്യാവശ്യം കുറച്ച് ടൈം കിട്ടിയപ്പോൾ ചെറിയ രീതിയിൽ ഞാൻ ഡസ്റ്റ് ക്ലീനിങ് ഒക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് മോർണിംഗ് എണീറ്റ് വന്നപ്പോൾ ക്വിക്ക് ആൻഡ് സിമ്പിളായിട്ട് എനിക്ക് ബാക്കി കാര്യങ്ങളും കൂടി ചെയ്യാൻ വേണ്ടി പറ്റി. സോ ഫസ്റ്റ് ഞാനൊരു വൈപ്പർ യൂസ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കിച്ചണിൽ വുഡൻ ടച്ച് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് എൻ്റെ കിച്ചൺ ലുക്സ് ലൈക്ക് എ വൈറ്റ് കളർ കിച്ചൺ. സോ വൈറ്റ് വിത്ത് വുഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എസ്തെറ്റിക് ലുക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. സോ യൂട്യൂബിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് വുഡ് കളറും വൈറ്റ് കളറും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് മാച്ച് ചെയ്ത് പോകുന്നു. സോ അങ്ങനെ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തതായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ സ്പേസ് റിലേറ്റഡ് ഇഷ്യൂ വന്നതുകൊണ്ട് എനിക്ക് ലുക്കിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത് സ്പേഷ്യസ് ആയിട്ട് എൻ്റെ പ്രീവിയസ് കിച്ചൺ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. മേ ബി അതുകൊണ്ടായിരിക്കണം ഈ ഒരു മേക്ക് ഓവർ
കംപ്ലീറ്റ് ഫ്ലോപ്പായി പോയത്. ഇതെൻ്റെ കിച്ചൺ കോർണറിൽ ഞാൻ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ കോർണർ ടാബിലാണ്. ഇതിൻ്റെ പ്ലേസിലൊന്നും കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. സെയിം പ്ലേസിൽ തന്നെയാണ് അത് വെച്ചിട്ടുള്ളത്. അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഡസ്റ്റ് ഫ്രീ ചെയ്തിട്ട് എടുത്തിട്ട് അതിലെ പ്രൊഡക്ട്സ് ഒക്കെ ലൈറ്റായിട്ടൊന്ന് റീഓർഗനൈസ് ചെയ്ത് വെച്ചു. ആൻഡ് ഈ ഒരു വുഡ് ടാബിളിൻ്റെ മുകളിൽ വൈറ്റ് കളറിൽ ഒരു കൗണ്ടർ ടോപ്പ് വരുന്നുണ്ടായിരുന്നു. എൻ്റെ ഓൾഡ് സബ്സ്ക്രൈബേഴ്സ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അറിയുന്നുണ്ടാവും. സോ ആ ഒരു കൗണ്ടർ ടോപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് വെച്ചു. ഈ ഒരു വുഡ് ടാബിൾ കിച്ചൺ വിൻഡോനെ ഫേസ് ചെയ്ത് വരുന്ന പൊസിഷനിലായതുകൊണ്ട് നല്ല രീതിയിൽ ചൂട് തട്ടിയിട്ട് അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്മൂത്തിങ് ടെക്സ്ചർ ഡാമേജ് ആയി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതൊന്ന് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. വുഡ് ഐറ്റംസിൽ ഇതുപോലെ സ്ക്രാച്ചസോ ഡാമേജ് ഇഷ്യൂസോ വന്നാൽ നിങ്ങളുടെ അടുത്തുള്ള മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വുഡ് ഓയിൽ വാങ്ങിയിട്ട് ഇതുപോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മിനിമം ഒരു 2 to 3 hours കഴിയുമ്പോൾ വുഡ് ഇത് നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ടെടുക്കും. ഈ ഒരു ടൈമിൽ ഇതിൻ്റെ ടെക്സ്ചറിൽ തന്നെ നല്ല രീതിയിൽ ചേഞ്ചസ് വരും. ഓയിലൊന്നും തീരെ നമുക്ക് കാണാത്ത രൂപത്തിൽ അത് അബ്സോർബ് ചെയ്തിട്ടെടുക്കും. ഇറ്റ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ നിങ്ങളുടെ നാട്ടിലെ അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന നാട്ടിലെ വെതർ അനുസരിച്ചിരിക്കും. ആൻഡ് UAE വെതർ ഇപ്പോൾ നല്ല ഹോട്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു 2 to 3 hours നല്ല രീതിയിൽ അത് അബ്സോർബ് ചെയ്ത് ഫിനിഷിംഗ് ലുക്കിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ കട്ടിംഗ് ബോർഡ്സും കംപ്ലീറ്റ്ലി ഒന്ന് സ്മൂത്തിങ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിൻ്റെ ടോപ്പിൽ ഞാൻ എൻ്റെ ഡീപ്പ് സെറാമിക് പോട്ട്സ് പ്ലേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ കിച്ചണിലൊരു വുഡ് വൈറ്റ് എസ്തെറ്റിക് വൈബാണ് ഉദ്ദേശിച്ചത്. ഈ ഒരു ടാബിൾ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കംപ്ലീറ്റ് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാക്കി ഒന്നും എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രൂപത്തിലോ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിലോ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ബിക്കോസ് ഓഫ് സ്പേസ് മേ ബി. വുഡ് കളർ ആൻഡ് വൈറ്റ് കളർ നല്ല രീതിയിൽ ഇസ്തെറ്റിക് ആയിട്ട് മാച്ച് ചെയ്ത് പോകുന്ന 2 കളേഴ്സാണ്. ഞാൻ എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് കിച്ചണിൽ കാര്യമായിട്ടുള്ള എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓൾ വീഡിയോസിൽ നിങ്ങൾക്ക് ഈ ഒരു സെറ്റപ്പിലായിരിക്കും കണ്ടിട്ടുണ്ടാവുക. സോ ആ ഒരു നോർമൽ വീഡിയോയിലേക്ക് എനിക്ക് പോവണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് ഈ ഒരു ട്രാൻസ്ഫോർമേഷന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഏരിയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കുറച്ചൊരു ടൈറ്റ്ലി ആണെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ ജസ്റ്റ് ഒബ്സെസ്ഡ് വിത്ത് ദിസ് ഏരിയ. ബട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരുന്നു ഞാൻ എഗെയിൻ എൻ്റെ കിച്ചണിനെ ബാക്ക് ടു നോർമലിലേക്ക് ആക്കിയത്. ഗ്യാസ് ടോപ്പ് വെച്ചിരുന്ന കൗണ്ടർ ടോപ്പിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗ്യാസ് സെക്ഷൻ. എന്തുകൊണ്ടോ ഇതെനിക്കൊരു കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തില്ല. നല്ല രീതിയിൽ അൺകംഫർട്ടബിൾ ആയപ്പോൾ ഗ്യാസ് ടോപ്പിൻ്റെ പൊസിഷനിലൊന്ന് ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു നെറ്റ് ഓർഗനൈസറിൽ ആവശ്യത്തിനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ക്വിക്ക് ആൻഡ് പിക്കപ്പിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് കോർണറിൽ കുറച്ച് സ്പേസ് ഉണ്ടായപ്പോൾ ക്വിക്ക് ആൻഡ് ഈസി ആയിട്ട് കുക്കിങ്ങിന് വേണ്ടിയിട്ട് എപ്പോഴും അവൈലബിൾ ആയിട്ട് വേണ്ട കുറച്ച് പ്രൊഡക്ട്സ് കൂടി ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഡൗൺ സൈഡിലുണ്ടായിരുന്ന IKEA സ്റ്റോറേജ് റാക്സിൽ ഞാൻ എൻ്റെ കുറച്ച് ഗ്രോസറി ഐറ്റംസ് കൂടി ഗ്ലാസ് ജാറിൽ സ്റ്റോർ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ ചെയ്തിട്ടും ഒരു അൺകംഫർട്ടബിൾ ഫീലായിരുന്നു സ്റ്റാർട്ടിങ് മുതൽ. ഫസ്റ്റിൽ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഒരുപാട് ടൈം സേവ് ചെയ്യായിരുന്നു. പക്ഷെ എന്തോ എനിക്കത് കംപ്ലീറ്റ് ചെയ്യണം, വീഡിയോ എടുക്കുമ്പം എങ്ങനെയായിരിക്കും വ്യൂ വരുന്നത് എന്നൊക്കെ ഒന്ന് നോക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ ക്വിറ്റ് ചെയ്യാണ്ട് എൻ്റെ മൈൻഡിനെ പറഞ്ഞ് മനസ്സിലാക്കി എഗെയിൻ ആൻഡ് എഗെയിൻ ഓരോ ഡ്രീമും ബിൽഡ് ചെയ്തെടുക്കുന്ന പോലെ കംപ്ലീറ്റ് ചെയ്തൊരു മേക്ക് ഓവർ ആയിരുന്നു കേട്ടോ ഇത്. ആൻഡ് ചേഞ്ചസ് ഒരുപാട് വരുത്തണം എന്നുണ്ടായിരുന്നു ഓരോ കാര്യത്തിലും. ലൈക്ക് സെറാമിക് പോട്ട് ഓർഗനൈസ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഗ്യാസ് സ്റ്റോപ്പ് വെക്കുമ്പോഴാണെങ്കിലും ഡീപോട്ട്സ് വെക്കുന്ന സമയത്താണെങ്കിലും ഒരുപാട് തിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ നല്ല രീതിയിൽ അങ്ങ് ഫ്ലോപ്പായിപ്പോയി. ബട്ട് ഇറ്റ് കംപ്ലീറ്റ്ലി ഫൈൻ. നമുക്ക് എന്തേലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്ത് ഫ്ലോപ്പാവോ നല്ലതാവോ എന്നേലും നോക്കാലോ എന്നുള്ളതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ ഡിസൈഡ് ചെയ്തു. മാക്സിമം എനിക്ക് പറ്റുന്ന രൂപത്തിൽ ഓർഗനൈസ് ചെയ്യാനും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പ്രോപ്പറായിട്ട് അത് സെറ്റ് ചെയ്ത് വെക്കാനും ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഈ ഒരു സൈഡിൽ വരുന്ന കംപ്ലീറ്റ് ലുക്ക്. പ്രോപ്പറായിട്ടൊരു വൺ സൈഡിൽ നോക്കുമ്പോൾ ഇറ്റ് പെർഫെക്റ്റ്ലി ഫൈൻ. വീഡിയോ എടുക്കാനാണെങ്കിലും യൂസ് ചെയ്യാനാണെങ്കിലും കൗണ്ടർ ടോപ്പും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ വേറൊരു കോർണറിലേക്ക് നോക്കുമ്പോൾ ആ ഒരു കോർണറിൽ മുന്നേ ഉണ്ടായിരുന്ന സ്പേസ് നല്ല രീതിയിൽ കുറഞ്ഞ പോലെ ഫീൽ ചെയ്തു. അൺകംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന ഒരു ടൈമിൽ ഐ എം തിങ്കിങ് ടൂ മച്ച് അബൌട്ട് ഇറ്റ്. ഞാൻ ഒരുപാട് ടൈം കൊടുത്ത്
ചിന്തിച്ച് ഫൈനലി ബാക്ക് ടു നോർമൽ ആക്കാമെന്ന് വിചാരിച്ചിട്ട് എഗെയിൻ ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ചേഞ്ച് ചെയ്തു. ദിസ് ഈസ് ഹൗ മൈ കിച്ചൺ മേക്ക് ഓവർ വീഡിയോ ലുക്സ് ലൈക്ക്. ഹോപ്പ് യു എൻജോയ് ആൻഡ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആൻഡ് താങ്ക് യു സോ മച്ച് ടു ദോസ് ഹു ആർ വാച്ചിങ് ടിൽ ദ എൻഡ്. താങ്ക് യു.